Welcome to another video of computer science. Our subject A12 sensors and transducers. Topic characteristics of transducer. Module 1 ആണ് ഇത് third video ആണ്. Okay. ഇതിനു മുൻപ് basics ആയിരുന്നു sensors, transducers, അതിന്റെ definition, differences, principles. പിന്നെ നമ്മൾ പറഞ്ഞത് categories ആണ്. Classification of transducers ആയിരുന്നു. ഇന്ന് characteristics of transducer. അപ്പോൾ അത് important ആണ്. നമ്മൾക്കൊക്കെ ലാസ്റ്റ് എക്സാമിനെല്ലാം ചോദിച്ച് കണ്ടിട്ടുണ്ട്. Okay. അപ്പോൾ മേജർ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് the performance characteristics of a transducers they are key in selecting the best suitable transducer for a particular design. അപ്പോൾ നമ്മൾ ഓരോ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ട്രാൻസ്ഡ്യൂസർ സെലക്ട് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദെയർ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം നോക്കിയിട്ടാണ്. അതാണ് ഏതിനാണ് സ്യൂട്ട് ആവാന്നൊക്കെ അറിയുന്നത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ട്രാൻസ്ഡ്യൂസർ ഫോർ എ പ്രോപ്പർ സെലക്ഷൻ. Actually, there are two types of performance characteristics. They are classified into two. First one is static characteristics. Second one is dynamic characteristics. Okay. രണ്ട് തരത്തിലാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളത്, സ്റ്റാറ്റിക്കും ഡൈനാമിക്കും. ഇത് തന്നെ എക്സാമിന് എക്സ്പ്ലെയിൻ ദ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് മാത്രം എടുത്ത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെയും ചോദിക്കാം. ഓക്കെ, സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്താന്ന് നോക്കാം ആദ്യം. അപ്പോൾ ഈ സ്റ്റാറ്റിക് എന്നുള്ള പേര്, സ്റ്റാറ്റിക് എന്നുള്ള വേർഡിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? നോട്ട് ചേഞ്ച് എന്നല്ലേ. സ്റ്റാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെർമനന്റ്, അതായത് ചേഞ്ച് ഇല്ലാത്തതെന്നാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ട്രാൻസ്ഡ്യൂസർ, ദിസ് ഇസ് എ സെറ്റ് ഓഫ് പെർഫോമൻസ് ക്രൈറ്റീരിയ ദാറ്റ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ത്രൂ സ്റ്റാറ്റിക് കാലിബ്രേഷൻ. ഇപ്പൊ സെൻസറിന് സ്റ്റാറ്റിക് കാലിബ്രേഷൻ, അതായത് ട്രെയിനിങ്, സോ കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് ആണല്ലോ. അപ്പൊ സെൻസറിന് കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂസ് കൊടുത്തുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്ത് അതിന്റെ പെർഫോമൻസ് മനസ്സിലാക്കുന്ന ഒരു ടെക്നിക്കാണ് ആ അങ്ങനത്തെ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതായത് കോൺസ്റ്റന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട് ചേഞ്ച് ആവുന്ന കാര്യങ്ങൾ. ഒരു സെൻസറിനെ സംബന്ധിച്ച് ഇപ്പോൾ ആ സെൻസറിന് അതിന് ആക്യുറസി, അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആക്യുറസി ഉണ്ടായിരിക്കാം. അതുപോലെ അതിന്റെ റെസല്യൂഷൻ, അതുപോലെ അതിൽ വരാൻ പറ്റുന്ന എറേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയും കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ. ആ ഒരു സെൻസറിന് അതെല്ലാം സെയിം വാല്യൂസ് ആയിരിക്കും. ചെറിയ ചേഞ്ചസ് അല്ലെങ്കിൽ വളരെ സ്ലോ ആയിട്ടുള്ള ചേഞ്ചസേ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാണ് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത്. സോ ദീസ് ആർ ദ ക്വാളിറ്റി ഓർ ഫീച്ചേഴ്സ് ഓഫ് ദ സെൻസർ വിച്ച് ആർ സ്ലോലി ചേഞ്ചിങ് വിത്ത് ടൈം. അപ്പൊ ഒരു സെൻസറിനെ സംബന്ധിച്ച് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദേ ആർ വെരി സ്ലോലി ചേഞ്ചിങ് വിത്ത് ടൈം. അപ്പൊ അതിനെയാണ് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഏതൊക്കെയാണ് ഈ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. എറർ, ഒരു എറർ, സെൻസറിന്റെ എറർ, ദെൻ പ്രസിഷൻ അല്ലെങ്കിൽ ആക്യുറസി, ദെൻ റെസല്യൂഷൻ, മിനിമം ഡിറ്റക്റ്റബിൾ സിഗ്നൽ, ത്രെഷോൾഡ്, സെൻസിറ്റിവിറ്റി, സെലക്ടിവിറ്റി, നോൺ ലീനിയാരിറ്റി, ഹിസ്റ്റെറിസിസ്, ഔട്ട്പുട്ട് ഇംപിഡൻസ്. അപ്പൊ ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഇനി പഠിക്കണം. ഓക്കെ, സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുമ്പോൾ മിനിമം ഇത്രയെങ്കിലും നമുക്ക് വേണം. അപ്പൊ ആദ്യം എറർ എന്താന്ന് നോക്കാം. എന്താണ് എറർ? അതായത് ഒറിജിനലിൽ നിന്ന് ഉണ്ടാവുന്ന ഡീവിയേഷനെയാണ് എറർ എന്ന് പറയാം അല്ലെ. ഇറ്റ് ഇസ് ദ ഡീവിയേഷൻ ഫ്രം ദ ആക്ച്വൽ വാല്യൂ. സോ എറർ ഈസ് ഈക്വൽ ടു മെഷേർഡ് വാല്യൂ മൈനസ് ട്രൂ വാല്യൂ ഡിവൈഡഡ് ബൈ ട്രൂ വാല്യൂ. അതാണ് അതിന്റെ അതിന്റെ ഫോർമുല വരുന്നത്. അതായത് ഇപ്പോ നമ്മളിപ്പോ വെയിറ്റ് നോക്കുകയാണ്. അപ്പോൾ വെയിറ്റ് നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് അതിലൊരു ചെറിയൊരു എറർ അല്ലെ, ഒരു ചെറിയ എറർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരാം. അതുപോലെ ഇപ്പൊ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുമ്പോഴായാലും ഒറിജിനൽ ടെമ്പറേച്ചറിന് ചിലപ്പോൾ 1 ഡിഗ്രിയോ മാറി വരികയാണ്, അങ്ങനെയൊക്കെ വരാൻ വെച്ചാൽ അതാണ് അതിന്റെ എറർ. മനസ്സിലായോ? അപ്പോൾ ശരിക്ക് എറർ കണ്ടുപിടിക്കുക, ഒരു സെൻസറിന്റെയും എറർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് കിട്ടിയ വാല്യൂ, മെഷർ ചെയ്തിട്ടുള്ള വാല്യൂ മൈനസ് ട്രൂ ആയിട്ടുള്ള വാല്യൂ ഡിവൈഡഡ് ബൈ ട്രൂ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ എറർ. നോർമലി നമ്മൾ എറർ പെർസെന്റേജ് ആയിട്ടാണ് പറയാ. സോ പെർസെന്റേജ് ആയി പറയണമെങ്കിൽ എന്ത് വേണം? ഇതിന്റെ കൂടെ 100 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർസെന്റേജ് എറർ കിട്ടും. ഇത്രയേ ഉള്ളൂ. അപ്പൊ ആക്ച്വൽ വാല്യൂന്ന് എത്ര ഡിഫറൻസ് ആണ് നമുക്കിപ്പോ മെഷർ ചെയ്ത് കിട്ടുന്ന വാല്യൂ, അതിനെയാണ് എറർ എന്ന് പറയുന്നത്. പ്രസിഷൻ, പ്രസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ എറർ പറഞ്ഞു, അതായത് ആക്ച്വൽ ഒരു വാല്യൂ ഉണ്ട്, നമുക്ക് കിട്ടിയത് കുറച്ച് ചേഞ്ചസ്, എന്തായാലും കുറച്ച് ഇത്ര പെർസെന്റേജ് എറേഴ്സ് ഉണ്ടായിരിക്കും, എല്ലാ സെൻസേഴ്സിനും ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ മെഷർ ചെയ്ത ക്വാണ്ടിറ്റിയും ആക്ച്വൽ ക്വാണ്ടിറ്റിയും തമ്മിൽ എത്ര ഡിഫറൻസസ് ഉണ്ട്, ഹൗ ക്ലോസ് ദ മെഷർ ക്വാണ്ടിറ്റി ടു ദ ആക്ച്വൽ ക്വാണ്ടിറ്റി എന്നുള്ളതിനെയാണ് പ്രസിഷൻ. ഇപ്പൊ ഇതിന് പ്രസിഷൻ കൂടുതലാണ്, പ്രിസൈസ് ആണ്, പ്രസിഷൻ കൂടിയ സെൻസർ ആണെങ്കിൽ
ഓൾമോസ്റ്റ് സെയിം, നമുക്ക് 0.1 0.3 അങ്ങനെയൊക്കെ പറയാവുന്ന ഡിഫറൻസസേ ഉണ്ടാവുള്ളൂ. ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള വാല്യൂസ് കാണിക്കും. സോ ഇത് ഷോസ് ഹൗ എ മെഷേർഡ് ക്വാണ്ടിറ്റി ഈസ് ക്ലോസ് ടു ദ ആക്ച്വൽ വാല്യൂ. ക്ലിയർ അല്ലേ? ഇപ്പോ നമുക്ക് വെയിങ് മെഷീന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, വെയിങ് മെഷീൻ ഉണ്ടല്ലോ, അതിലും നമ്മുടെ വെയിങ് സെൻസർ ആണല്ലോ വരുന്നത്. സോ അതൊക്കെ വെയിങ് സെൻസേഴ്സിന്റെ കാര്യം വരുമ്പോൾ, ട്രാൻസ്ഡ്യൂസേഴ്സിന്റെ കാര്യം വരുമ്പോൾ പലതിലും ചിലപ്പോൾ നമുക്ക് പല ഇത് കാണിക്കുന്നുണ്ടാവും. പല മെഷീനിലും പല വെയിറ്റ് എന്ന് വെച്ചാൽ ഒരുപാട് ഡിഫറൻസ് അല്ല, എന്നാലും ചെറിയ ചെറിയ ഡിഫറൻസസ് ഒക്കെ കാണിക്കുന്നുണ്ടാവും. അപ്പൊ ഇതെല്ലാം അവരുടെ പ്രസിഷനും അതല്ലെങ്കിൽ അതിൽ വരുന്ന എറേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോന്നിലും ചേഞ്ചസ് വരുന്നത്. മനസ്സിലായോ? അപ്പൊ അതാണ് ആക്ച്വൽ വാല്യൂന്ന് എത്ര ക്ലോസ് ആണ് നമുക്ക് മെഷർ ചെയ്ത വാല്യൂ എന്ന് കാണിക്കുന്നതാണ് പ്രസിഷൻ. അടുത്തത് മിനിമം ഡിറ്റക്റ്റബിൾ സിഗ്നൽ. അപ്പൊ പേരിന്ന് മനസ്സിലാവുമല്ലോ, ഒരു സെൻസർ അല്ലെങ്കിൽ ട്രാൻസ്ഡ്യൂസർ ഡിറ്റക്ട് ചെയ്യാവുന്ന മിനിമം ഇൻപുട്ട് സിഗ്നൽ എത്രയാണോ അത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വെയിങ് മെഷീന്റെ കാര്യം വെച്ചിട്ട് നോക്കാം നമുക്ക്. ഇപ്പോ നമ്മുടെ വെയിറ്റ് ഒക്കെ നോക്കുന്ന വലിയ വെയിങ് മെഷീൻ ഒക്കെ ആണെങ്കിൽ അതിനകത്ത് നമ്മളൊരു ചെറിയൊരു കാര്യം, ഇപ്പൊ ഒരു ചെറിയൊരു ബോക്സോ ചെറിയൊരു പെൻസിലോ എന്തെങ്കിലും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിന്റെ വെയിറ്റ് കാണിക്കുകയോ? കാണിക്കത്തില്ല. അതായത് ആ സെൻസർ അത് ഡിറ്റക്ട് ചെയ്യില്ല. ആ സെൻസറിന് ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ മിനിമം ഒരു എമൗണ്ട് ഓഫ് ഇൻപുട്ട് സിഗ്നൽ, അല്ലെങ്കിൽ ഒരു മിനിമം ഒരു വെയിങ് മെഷീൻ ആണെങ്കിൽ ഒരു മിനിമം എമൗണ്ട് ഒരു വെയിറ്റ് ഉണ്ടാവും, ഒരു 1 kg അല്ലെങ്കിൽ 500 ഗ്രാമോ അങ്ങനെ എന്തെങ്കിലും, ഓരോന്നും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടായിരിക്കുക. ഇപ്പൊ ചെറിയ മെഷീൻ ആണെങ്കിൽ ചെറുതുണ്ടാവും, വലുതാണെങ്കിൽ വലിയ ഇൻപുട്ട് സിഗ്നൽ കുറച്ച് കൂടുതലായിരിക്കണം, അതായത് വെയിറ്റ് കുറച്ച് കൂടുതലായിരിക്കണം. അപ്പൊ ഞാൻ ഈ വെയിങ് മെഷീൻ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയത് കൊണ്ടാണ് കേട്ടോ. സോ മിനിമം ഡിറ്റക്റ്റബിൾ സിഗ്നൽ എന്ന് പറയുന്നത് മിനിമം പവർ ലെവൽ ദാറ്റ് ക്യാൻ ബി പ്രോസസ്ഡ് ബൈ എ റിസീവർ ടു പ്രൊവൈഡ് ആൻ റിലവന്റ് ഔട്ട്പുട്ട്. കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രയ്ക്ക് ഇൻപുട്ട് കൊടുക്കണം അതിനെയാണ് മിനിമം ഡിറ്റക്റ്റബിൾ സിഗ്നൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ നോയ്സ് ഫ്ലോർ ഓഫ് ദ സിസ്റ്റം. സിസ്റ്റത്തിന്റെ നോയ്സ് ലെവൽ, നോയ്സ് ഫ്ലോർ എന്നും പറയും. സോ ഇറ്റ് ക്യാൻ ഓൾസോ ബി ഡിഫൈൻഡ് ആസ് ഇൻപുട്ട് സിഗ്നൽ പവർ റിക്വയർഡ് ടു ഗീവ് എ പെർട്ടിക്കുലർ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ അറ്റ് ദ ഔട്ട്പുട്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് നോയ്സ് ഫ്ലോർ എന്ന് തന്നെയാണ് മിനിമം ഡിറ്റക്റ്റബിൾ സിഗ്നൽ എന്ന് പറയുന്നത്. അതായത് നമുക്ക് റെലവന്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടണം. കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി എത്ര ഇൻപുട്ട് സിഗ്നൽ കൊടുക്കണം, ലെവൽ കൊടുക്കണം എന്നുള്ളതിനെയാണ് മിനിമം ഡിറ്റക്റ്റബിൾ സിഗ്നൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ത്രെഷോൾഡ് എന്നുള്ള ഒരു വാല്യൂ ഉണ്ട്. ത്രെഷോൾഡ് നമ്മൾ എപ്പോഴും എന്തെങ്കിലും ഒരു കീ പോയിന്റ് അല്ലെങ്കിൽ ഒരു പോയിന്റിനെയാണ്, അതിനുശേഷം ആ ഒരു പോയിന്റിന് ശേഷം നമ്മുടെ വാല്യൂയിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവും. നോർമലി അങ്ങനെയല്ലേ നമ്മൾ ത്രെഷോൾഡ് എന്ന് കേട്ടിട്ടുള്ളത്. സോ ഇവിടെയും വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞ ആ ഒരു മിനിമം ഡിറ്റക്റ്റബിൾ സിഗ്നൽ ആയിട്ട് മാച്ച് ചെയ്ത് പോകുന്നത് തന്നെയാണ് ത്രെഷോൾഡ്. അതായത് when the input to a transducer is increased from 0. ഇപ്പൊ ഒരു സെൻസറിന്റെ കാര്യം പറഞ്ഞു, അതിൽ നമ്മൾ ഇൻപുട്ട് കൊടുത്തു തുടങ്ങുകയാണ്, 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ കുറേശ്ശെ കൂട്ടി കൊണ്ടുവരാണ്. ആൻഡ് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുള്ളൂ. സോ there is a minimum value below which no output can be detected. ഇപ്പൊ 0 എന്ന് ഞാൻ ഇൻപുട്ട് കൊടുത്തു തുടങ്ങി, അങ്ങനെ കൊടുത്ത് ഒരു പെർട്ടിക്കുലർ പോയിന്റ്, ആ പോയിന്റിന് അപ്പുറത്തോട്ട് എന്താ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും, ഇപ്പുറത്തോട്ട് നോ വാല്യൂ, നോ ഔട്ട്പുട്ട് ആണ് കിട്ടുക. ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിനെ പറയുന്ന പേരാണ് ത്രെഷോൾഡ്. അതാണ് ത്രെഷോൾഡ് വാല്യൂ. അപ്പൊ ത്രെഷോൾഡിന് താഴത്തോട്ട് നമുക്ക് ഔട്ട്പുട്ട് ഇല്ല, മേളിലോട്ട് നമുക്ക് റെലവന്റ് ഔട്ട്പുട്ട് കിട്ടും. ക്ലിയർ ആണല്ലോ? This minimum value of the input is known as threshold. Sensitivity. സെൻസറിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് സെൻസിറ്റിവിറ്റി. സെൻസർ എത്രത്തോളം സെൻസിറ്റീവ് ആണ് ഇത് ചേഞ്ചസിന്. സോ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വാരിയേഷൻസ് ഇൻ ദ ഔട്ട്പുട്ട് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആൻഡ് കറസ്പോണ്ടിങ് വാരിയേഷൻസ് ഇൻ ദ ഇൻപുട്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി. അപ്പൊ ഇൻപുട്ടിനനുസരിച്ച് ഔട്ട്പുട്ടിനനുസരിച്ച് ഇൻപുട്ട് എങ്ങനെ ചേഞ്ച് ആവുന്നു, നമ്മൾ എങ്ങനെ ഇൻപുട്ട് കൊടുക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് എങ്ങനെ ഔട്ട്പുട്ട് കിട്ടുന്നു, ആ ഒരു ഡിഫറൻസസിനെ, ആ ഒരു റിലേഷനെയാണ് നമ്മൾ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സെൻസ് ചെയ്യാണ് അല്ലെ, ഇൻപുട്ട് സെൻസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എങ്ങനെ ഔട്ട്പുട്ട് കിട്ടുന്നു എന്നുള്ളതാണ് സെൻസിറ്റിവിറ്റി. സോ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ടു ദ ചേഞ്ച് ഇൻ ഇൻപുട്ട്. സെൻസിറ്റിവിറ്റിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, del y by del x എന്നാണ് നമ്മൾ പറയുന്നത്. സെൻസിറ്റിവിറ്റി S is equal to del y by del x. ആൻഡ് ഈ del y എന്ന് പറയുന്നത് എന്താ, ഓഫ് കോഴ്സ് ദ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് സിഗ്നൽ ആണ് del y. del x എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഇൻപുട്ട് സിഗ്നൽ. അപ്പൊ ഇങ്ങനെയാണ് സെൻസിറ്റിവിറ്റി കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ഈ ക്യാരക്ടറിസ്റ്റിക്സ്, അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നോൺ ലീനിയാരിറ്റി.
ലീനിയാരിറ്റി എന്ന് വെച്ചാൽ എന്താ, ലീനിയർ ആയിരിക്കും എന്ന്. അതായത് ഇൻപുട്ടിന്റെയോ ഔട്ട്പുട്ടിന്റെയോ ചേഞ്ച് നമുക്കൊരു കറക്റ്റ് ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു സ്ലാൻഡിംഗ് ലൈൻ കൃത്യമായിട്ട് കിട്ടും. 45 ഡിഗ്രിയിലുള്ള ഒരു ലൈൻ നമുക്ക് വരയ്ക്കാൻ പറ്റും. സോ നോൺ ലീനിയാരിറ്റി എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ലീനിയർ ആയിരിക്കില്ല. അതായത് ഇൻപുട്ടിനനുസരിച്ച് അതേപോലെ തന്നെ ഔട്ട്പുട്ട് കിട്ടണമെന്ന് ഇല്ല. സോ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് എ സെൻസർ ഫ്രം ഇറ്റ്സ് ഐഡിയൽ ഔട്ട്പുട്ട് വാല്യൂ ടു ഇറ്റ്സ് ആക്ച്വൽ ഔട്ട്പുട്ട് വാല്യൂ. എപ്പോഴും ഐഡിയൽ കേസ് എന്ന് വെച്ചാൽ എന്താ, എല്ലാം പക്ക പെർഫെക്റ്റ് ആയിരിക്കും, കറക്റ്റ് ഒരു ലൈൻ ആയിരിക്കും നമുക്ക് ഗ്രാഫ് വരച്ചാൽ കിട്ടുന്നത് ഐഡിയൽ കേസിൽ. പക്ഷെ ആക്ച്വൽ കേസിൽ എന്തുണ്ടാവും, അവിടെ നോയ്സ് വരും, അവിടെ എറേഴ്സ് വരും, പല കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഐഡിയൽ ഔട്ട്പുട്ട് എന്ന് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ നോൺ ലീനിയാരിറ്റി കൊണ്ട് കാണിക്കുന്നത്. ഇത് കണ്ടാൽ ഇതാണ് നമ്മളുടെ സെൻസറിന്റെ ഇൻപുട്ട് കൊടുക്കുന്നത്. ദെൻ ഇവിടെ നമുക്ക് സെൻസറിന്റെ ഔട്ട്പുട്ട് കിട്ടുന്നു, ഔട്ട്പുട്ട് ലൈൻ. ഇത് തമ്മിലുള്ള റിലേഷൻ വരയ്ക്കുമ്പോൾ ഇതാ ഈ റെഡ് ലൈനിൽ കാണുന്നുണ്ടല്ലോ, ഇതാണ് നമ്മളുടെ ഐഡിയൽ ലൈൻ. ഐഡിയൽ കേസിലാണെങ്കിൽ ഇങ്ങനെയാണ് ഈ ഒരു റിലേഷൻ പോകേണ്ടത്. പക്ഷെ ആക്ച്വൽ കേസ് ഇതാ, ആക്ച്വൽ കേസിൽ ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഈ ഔട്ട്പുട്ടും ഇൻപുട്ടും കൂടി നമ്മൾ പ്ലോട്ട് ചെയ്തൊരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ഇങ്ങനെയാണ് ഇരിക്കുക. വിച്ച് മീൻസ് ദ റിലേഷൻ ഇസ് നോട്ട് ലീനിയർ. സോ അതാണ് ക്യാരക്ടറിസ്റ്റിക്സ് നോൺ ലീനിയാരിറ്റി. The measure of a sensor from its ideal output value to its actual output value. Okay, clear അല്ലേ? ഇനി അടുത്തൊരു ടോപ്പിക് സെലക്ടിവിറ്റി എന്നാണ്. അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് സിമ്പിൾ ആണ്. എബിലിറ്റി ഓഫ് എ സെൻസർ ടു മെഷർ എ കോൺസെൻട്രേഷൻ ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ പ്രസൻസ് ഓഫ് അതർ ഇന്റർഫിയറിംഗ് സബ്സ്റ്റൻസസ്. അപ്പൊ ഒരുപാട് സബ്സ്റ്റൻസിന്റെ കൂട്ടത്തിൽ നിന്ന് പെർട്ടിക്കുലർ ആയിട്ടുള്ള ആ ഒരു അതിന് വേണ്ട വാല്യൂനെ മാത്രം സെലക്ട് ചെയ്തെടുക്കാനുള്ള സെൻസറിന്റെ എബിലിറ്റി, എത്രത്തോളം അതിന് ആ കപ്പാസിറ്റി ഉണ്ടെന്ന് കാണിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സെലക്ടിവിറ്റി. പേര് തന്നെ കേൾക്കാം അല്ലെ, മനസ്സിലാവില്ലേ? റെസല്യൂഷൻ. സോ നമ്മൾ ടിവിന്റെ മോണിറ്ററിന്റെ റെസല്യൂഷൻ, സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ് എന്നെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. മാക്സിമം നമ്പർ ഓഫ് പിക്സൽസ് ഇൻ സ്ക്വയർ ഏരിയ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് റെസല്യൂഷൻ പറയുമ്പോൾ. സോ ഇവിടെ സെൻസറിന്റെ കേസിലെ റെസല്യൂഷൻ എന്ന് പറയുന്നത് that is the smallest incremental change in the input that would produce a change in the output. അതായത് ഔട്ട്പുട്ട് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻപുട്ടിൽ എത്ര ചേഞ്ച് കൊടുക്കണം, അതിനെയാണ് നമുക്ക് റെസല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഔട്ട്പുട്ടിൽ ഒരു ഡെൽറ്റ വൈ ഔട്ട്പുട്ട് ചേഞ്ച് ആണെങ്കിൽ നമ്മൾ എത്ര ഡെൽറ്റ എക്സ് ഇൻപുട്ട് കൊടുക്കണം, ചേഞ്ച് ചെയ്യണം എന്നുള്ളതിനെയാണ് റെസല്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്കൊരു ഇക്വേഷൻ പറയാം. സോ റെസല്യൂഷൻ നോർമലി എക്സ്പ്രസ് ചെയ്യുന്നത് പെർസെൻറ്റേജ് ഓഫ് മെഷേർഡ് റേഞ്ച്, MR എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കോഡ്. മെഷേർഡ് റേഞ്ചിന്റെ പെർസെൻറ്റേജിലാണ് റെസല്യൂഷൻ എക്സ്പ്രസ് ചെയ്യുന്നത്. ആൻഡ് ഈ മെഷേർഡ് റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കഴിഞ്ഞാല് നമ്മുടെ മാക്സിമം ഇൻപുട്ടും മിനിമം ഇൻപുട്ടും തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് മെഷേർഡ് റേഞ്ച്. ഈസി ആണ് കേട്ടോ. MR is the differences of maximum input and the minimum input. MR is equal to input x ആണ്. സോ എക്സ് മാക്സ് മൈനസ് എക്സ് മിൻ, മിൻ ആണ് കേട്ടോ അത്, എക്സ് മാക്സ് മൈനസ് എക്സ് മിൻ, അതാണ് MR. ഇനി ഒരു ഡിറ്റക്റ്റബിൾ ഔട്ട്പുട്ട് ഡെൽ വൈ നമ്മൾ സെലക്ട് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ മിനിമം ചേഞ്ച് ഡെൽ എക്സ് മിനിമം ആണ് ഇൻപുട്ടിൽ ഉണ്ടാകുന്ന മിനിമം ചേഞ്ച്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ മാക്സിമം റെസല്യൂഷൻ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് പറയാം. റെസല്യൂഷൻ മാക്സിമം പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു 100 ഇൻറ്റു ഡെൽറ്റ എക്സ് മിനിമം ബൈ MR. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക. സോ ഔട്ട്പുട്ടിൽ ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ടാക്കണമെങ്കിൽ എത്ര ഇൻപുട്ട് ചേഞ്ച് കൊടുക്കണം, അതിനെയാണ് റെസല്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. റെസല്യൂഷൻ കണ്ടുപിടിക്കാൻ പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് MRന്റെ ബേസിലാണ് പറയാ. ആൻഡ് MR ഇസ് ദ മെഷേർഡ് റേഞ്ച്, ഇറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ഇൻപുട്ട് ആൻഡ് മിനിമം ഇൻപുട്ട്. സോ എക്സ് മാക്സ് മൈനസ് എക്സ് മിനിമം, അതാണ് MR. ദെൻ നമ്മുടെ ഔട്ട്പുട്ടിലുള്ള ചേഞ്ച് ഡെൽ വൈ ആണെന്ന് വിചാരിച്ച് നമ്മൾ റെസല്യൂഷൻ കണ്ടുപിടിക്കുന്നു. 100 ഡെൽറ്റ എക്സ് മിനിമം ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ MR. അപ്പൊ അതങ്ങ് പഠിച്ചു വെക്കുക കേട്ടോ. ഇനിയും കഴിഞ്ഞിട്ടില്ല ക്യാരക്ടറിസ്റ്റിക്സ് ഹിസ്റ്ററീസിസ്. ഹിസ്റ്ററീസിസ് എന്നുള്ളത് പണ്ട് ഒരു ഏത് സ്റ്റാൻഡേർഡിലൊക്കെ ആയിരിക്കും എനിക്ക് ഓർമ്മയില്ല, എന്തായാലും ഒരു 10th ഉള്ളിൽ നമ്മൾ പഠിച്ചിരിക്കണം, ഫിസിക്സിലോ ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കണം ഹിസ്റ്ററീസിസ്. സോ ഹിസ്റ്ററീസിന്റെ ഒരു സ്പെഷ്യൽ ഷേപ്പിലുള്ള ഒരു കർവ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഹിസ്റ്ററീസിന്റെ എന്താണ് കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഒരു പ്രോപ്പർട്ടി ആണ്. അതായത് when the input to the transducer which is initially at rest is increased to full scale, അതായത് ഒരു സെൻസർ അല്ലെങ്കിൽ ട്രാൻസ്ഡ്യൂസർ അതിന് നമ്മൾ ഇൻപുട്ട് കൊടുത്തു കൊടുക്കുകയാണ്. അപ്പൊ 0യിൽ നിന്ന് ഇൻപുട്ട് കൊടുത്തു തുടങ്ങുകയാണ്. അങ്ങനെ കൊടുത്ത് അതിന്റെ മാക്സിമം ഫുൾ സ്കെയിൽ നമ്മൾ ഇൻപുട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ബാക്കോട്ട്
വീണ്ടും കുറച്ച് കുറച്ച് കൊണ്ടുവരിക. അതായത് ഇൻപുട്ട് ആദ്യം കൂട്ടി കൂട്ടി ഇൻക്രിമെന്റൽ ആണ്, കൂട്ടി കൂട്ടി കൊണ്ടുവന്ന് ഏറ്റവും മാക്സിമത്തിൽ പോയി. പിന്നെ അവിടെ നിന്ന് കുറച്ച് 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 കൊണ്ടുവന്ന് വീണ്ടും അഗെയിൻ സീറോയിലേക്ക് എത്തിച്ചു. അങ്ങനെ എത്തിക്കുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ there may be two output value for the same input. This phenomenon is hysteresis. ഈ പിക്ചർ കണ്ടു കഴിഞ്ഞാൽ ഹിസ്റ്ററീസിന്റെ ഒരു പിക്ചർ ഉണ്ട്, ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം എന്താ ഇവിടുന്ന് പോവാണ്. ഇത് പ്രഷർ, ഇൻപുട്ട് പ്രഷർ കൊടുത്തു, ഇത് ഔട്ട്പുട്ട് ആണ്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ഇങ്ങനെ കൊടുത്ത് കൊടുത്ത് പോവാണ്, ഇൻക്രിമെന്റൽ ചേഞ്ച്. ഞാൻ ആദ്യം 0, പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഇൻപുട്ട് കൂട്ടി 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 കൊണ്ടുപോയി അങ്ങനെ ഇതാ ഇവിടെ എത്തി. മാക്സിമം ഇൻപുട്ട് കൊടുത്തു, അപ്പൊ എനിക്ക് മാക്സിമം ഔട്ട്പുട്ട് കിട്ടി. ഇനി ഞാൻ അവിടെ നിന്ന് ഇൻപുട്ട് കുറച്ചുകൊണ്ട് കൊണ്ടുവരാൻ പോവാം. അങ്ങനെ കുറച്ച് 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 കൊണ്ടുവരുമ്പോ ഇപ്പൊ ആലോചിച്ച് നോക്കിയാൽ സാധാരണ പോയ വഴി ഇതാണ് അല്ലേ. അപ്പൊ കുറച്ച് കൊണ്ടുവരുമ്പോ ഇതിൽ കൂടെ തന്നെയല്ലേ വരണ്ടേ, ഈ ബ്ലൂ ലൈനിൽ കൂടെ തന്നെയല്ലേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടണ്ടേ. ഫോർ എക്സാമ്പിൾ ഇപ്പോ ഈ ഒരു പോയിന്റ്, ഒരു മിനിറ്റ്, ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എടുക്കട്ടെ. ഈ പോയിന്റിൽ ഞാൻ കൊടുക്കുന്ന പ്രഷർ ഒരു 5 പാസ്കൽ അല്ലെ, പ്രഷറിന്റെ യൂണിറ്റ് ആണെന്ന് വെച്ചോ. സോ ഈ ഔട്ട്പുട്ടില് ഈ ഇൻപുട്ട് കൊടുക്കുമ്പോ എനിക്ക് ഇവിടെ കിട്ടിയത് കണ്ടോ, ഇവിടെ കിട്ടിയ ഔട്ട്പുട്ടിന്റെ റേഞ്ച് കണ്ടോ. ആൻഡ് തിരിച്ചു വന്നപ്പോഴോ എനിക്ക് കിട്ടുന്നത് അറൌണ്ട് കേട്ടോ, അത് കറക്റ്റ് ഒന്നും ആയിട്ടില്ല. ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് ഇവിടെയാണ്. സോ ഇത്രയും ഡിഫറൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ആദ്യത്തെ കേസിലും രണ്ടാമത്തെ കേസിലും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് 5 പാസ്കൽ തന്നെയാണ് പ്രഷർ, പക്ഷെ നമുക്ക് വന്ന ഔട്ട്പുട്ടിൽ വലിയൊരു ഡിഫറൻസ് അല്ല, ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. സോ ഈ ഒരു പ്രോപ്പർട്ടിനെയാണ് ഹിസ്റ്ററീസിസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ സംഭവം, ആദ്യം നമ്മൾ ഒരു ഇൻപുട്ട് ടു ദ ട്രാൻസ്ഡ്യൂസർ വിച്ച് ഇസ് ഇനീഷ്യലി അറ്റ് റെസ്റ്റ്. ഇപ്പൊ 0-യിൽ നിന്ന് നമ്മൾ ഇൻപുട്ട് ഇൻക്രീസ് ചെയ്തു ടു ഫുൾ സ്കെയിൽ. ദെൻ നമ്മൾ പെട്ടെന്ന് തന്നെ അത് ഡിക്രീസ് ചെയ്ത് 0-ലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവരുമ്പോ എന്താ, സെയിം വാല്യൂ ഫോർ ദ ഇൻപുട്ട്, സെയിം വാല്യൂ ഓഫ് ഇൻപുട്ടിന് നമുക്ക് ഡിഫറെന്റ് ഔട്ട്പുട്ട് കിട്ടാനുള്ള 2 ഡിഫറെന്റ് ഔട്ട്പുട്ട് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഇതിനാണ് ഹിസ്റ്ററീസിസ് എന്ന് പറയുന്നത്. ഇതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ നാച്ചുറൽ റിലക്ടൻസ് ഓഫ് എ മെറ്റീരിയൽ ടു റിട്ടേൺ ടു എൻ ഒറിജിനൽ സ്റ്റേറ്റ് ആഫ്റ്റർ adding and removing a physical change such as increase and decrease in temperature or pressure. അതായത് ആ മെറ്റീരിയലിന് ഉണ്ടാവുന്ന ഒരു നാച്ചുറൽ റിലക്ടൻസ് ആണ്, ഒരു മടിയാണ് തിരിച്ചു വരാനായിട്ട്. അതിന്റെ ഒറിജിനൽ പെട്ടെന്ന് നമ്മൾ അങ്ങ് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവന്നു, പെട്ടെന്ന് അങ്ങോട്ട് ഡിക്രീസ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷൻ ആയി അല്ലെ, പെട്ടെന്ന് അങ്ങ് തിരിച്ച് ആ സ്റ്റേറ്റിലേക്ക് വരാനുള്ള ഒരു മടി. അതിനെയാണ് നമ്മൾ ഹിസ്റ്ററീസിസ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ നമ്മളുടെ ഒരു വഴക്കിട്ട്, ഒരു ഫ്രണ്ടിന്റെ അടുത്ത് നല്ല വഴക്കിട്ടു, ആ വഴക്കിട്ട് ഭയങ്കര അടിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു വരുമ്പോ എങ്ങനെയാ, പെട്ടെന്ന് അങ്ങ് തിരിച്ചു വരാൻ പറ്റുമോ, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ. അപ്പൊ അതേപോലെ തന്നെയാണ് ഈ മെറ്റീരിയൽസിനും പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ ഇൻപുട്ടൊക്കെ കൂട്ടിക്കൊടുത്ത്, പ്രഷർ കൂട്ടിക്കൊടുത്തു, ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്തു, അങ്ങനെ പെട്ടെന്ന് എല്ലാം ഇൻക്രീസ് ചെയ്തു. അത് കഴിഞ്ഞ് എല്ലാം അങ്ങ് ഡിക്രീസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഉണ്ടാവുന്ന ഒരു നാച്ചുറൽ റിലക്ടൻസ് കൊണ്ടാണ് ഹിസ്റ്ററീസിസ് സംഭവിക്കുന്നത്. സോ ഇതാണ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ഔട്ട്പുട്ട് ഇംപിഡൻസ്. ഇതാണ് നമ്മളുടെ ലാസ്റ്റത്തെ സെൻസർ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുന്നത് കേട്ടോ. ഔട്ട്പുട്ട് ഇംപിഡൻസ്, ഇംപിഡൻസ് എന്നുള്ള വാക്ക് എന്താ, റെസിസ്റ്റൻസ് എന്നാണ് ഇംപിഡൻസിന്റെ അർത്ഥം. സോ നമ്മളുടെ സെൻസറിന്റെ ഔട്ട്പുട്ട് ടെർമിനലിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു റെസിസ്റ്റൻസിനെയാണ് ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത്. ദ ഇംപിഡൻസ് വിച്ച് ഇസ് മെഷേർഡ് അക്രോസ് ദ ഔട്ട്പുട്ട് ടെർമിനൽ ഓഫ് ദ സെൻസർ, ദിസ് ഇസ് ഔട്ട്പുട്ട് ഇംപിഡൻസ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഓൾ അബൌട്ട് ദ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്. കുറെ പറഞ്ഞു, എറർ പറഞ്ഞു, അതുപോലെ ആക്യുറസി പറഞ്ഞു, മിനിമം ഡിറ്റക്റ്റബിൾ സിഗ്നൽ പറഞ്ഞു, അതുപോലെ ത്രഷോൾഡ് പറഞ്ഞു, പിന്നെ എന്തെല്ലാം പറഞ്ഞു നമ്മള്. ഇപ്പോ ഇവിടെ ഹിസ്റ്ററീസിസ്, ഔട്ട്പുട്ട് ഇംപിഡൻസ്, സെലക്ടിവിറ്റി, നോൺ ലീനിയാരിറ്റി, അങ്ങനെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും കഴിഞ്ഞു. ഇനി വളരെ സിമ്പിളായി അടുത്തത് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ്. സ്റ്റാറ്റിക് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡൈനാമിക് എന്തായിരിക്കും, ഓഫ് കോഴ്സ് ഓൾവേസ് ചേഞ്ചിങ് ആയിരിക്കും ഡൈനാമിക്. ഇപ്പൊ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു സെൻസറിന് കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള അതല്ലെങ്കിൽ വളരെ സ്ലോലി ചേഞ്ച് ആവുന്ന കാര്യങ്ങളുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സെൻസർ. അത് ഷോസ് ഹൗ എ സെൻസർ റെസ്പോൺസ് ടു എ ചേഞ്ച് ഇൻ ഇറ്റ്സ് ഇൻപുട്ട് സിഗ്നൽ. ഇപ്പൊ ചേഞ്ചിങ് ആണ് ഇത്. ഇൻപുട്ട് സിഗ്നലിൽ ഉണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച് ആ സെൻസർ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ്. ഇതൊരിക്കലും കോൺസ്റ്റന്റ് അല്ല, കാരണം ഇൻപുട്ടിനുള്ള ചേഞ്ചിനനുസരിച്ച് ഇതും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മെയിൻ ആയിട്ട് 3 എണ്ണമാണ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സിൽ പറയാനുള്ളത്. ആദ്യത്തേത് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്. ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ്. ഇറ്റ്സ് ഒരു കർവ് ആണ്.
that shows the relationship between the magnitude of the input signal of a sensor and magnitude of the output of that sensor. ഒരു സെൻസറിന്റെ ഇൻപുട്ട് സിഗ്നലിൽ ഉണ്ടാവുന്ന ആൻഡ് ഔട്ട്പുട്ട് സിഗ്നലും തമ്മിലുള്ള റിലേഷൻ ആണ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സിൽ കാണിക്കുന്നത്. ഇൻപുട്ട് സിഗ്നലിന്റെ മാഗ്നിറ്റ്യൂഡും ഔട്ട്പുട്ട് സിഗ്നലിന്റെ മാഗ്നിറ്റ്യൂഡും തമ്മിലുള്ള വ്യത്യാസം, ഐ മീൻ റിലേഷൻ. ഇൻപുട്ട് കൂടുന്നതിനനുസരിച്ച് ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് ചേഞ്ച് വരുന്നത്, ഇൻപുട്ടിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് ഔട്ട്പുട്ടിൽ മാഗ്നിറ്റ്യൂഡ് വരുന്ന വ്യത്യാസം കാണിക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പിനെ, ആ ഒരു കർവിനെയാണ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാം. അടുത്തത് ഫ്രീക്വൻസി റെസ്പോൺസ്. നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ്, ഫ്രീക്വൻസി ബാൻഡ്, ഫ്രീക്വൻസി റേഞ്ച് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോ അതായത് ഇൻപുട്ട് ചേഞ്ച് ചെയ്യുന്നില്ല, ഇവിടെ ഫ്രീക്വൻസി ആണ് മാറ്റുന്നത്. ഇൻപുട്ട് സിഗ്നലിന്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നില്ല, സിഗ്നലിന്റെ ഫ്രീക്വൻസി നമ്മൾ മാറ്റി മാറ്റി നോക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇൻപുട്ട് സിഗ്നലിന്റെ ഫ്രീക്വൻസിയും അതുപോലെ സെൻസർ അല്ലെങ്കിൽ അതിന്റെ സെൻസറിന്റെ ഔട്ട്പുട്ടിന്റെ മാഗ്നിറ്റ്യൂഡും തമ്മിലുള്ള റിലേഷൻ, അതിനെയാണ് ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത്. നേരത്തെ എന്തായിരുന്നു, ഇൻപുട്ടിന്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നു, അതിനനുസരിച്ച് ഔട്ട്പുട്ടിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്, അതാണ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്. ഫ്രീക്വൻസി റെസ്പോൺസിൽ ഇൻപുട്ടിന്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആണ്, പകരം ഇൻപുട്ടിന്റെ ഫ്രീക്വൻസി നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന മാഗ്നിറ്റ്യൂഡ് എത്രമാത്രം ചേഞ്ചസ് ഉണ്ടെന്ന് പറയുന്നതിനാണ്. ഇപ്പൊ നമ്മൾ ഈ മൈക്കൊക്കെ എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ പറയില്ലേ ഓരോ മൈക്ക് സെലക്ട് ചെയ്യുമ്പോഴും അതിന്റെ ഫ്രീക്വൻസി റേഞ്ച്, ഫ്രീക്വൻസി ബാൻഡ് ഒക്കെ നമ്മൾ പറയും, അല്ലെങ്കിൽ ഫ്രീക്വൻസി റെസ്പോൺസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോ പല ഫ്രീക്വൻസി, അതായത് ചെറിയ ഫ്രീക്വൻസിയിൽ നിന്ന് നമ്മൾ ഫ്രീക്വൻസി ഇങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിന് അതിനനുസരിച്ചുള്ള ചേഞ്ചസ് ഉണ്ടാവും. എന്നിട്ട് നമുക്ക് മനസ്സിലാവും ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി റേഞ്ചിൽ നല്ല ബെസ്റ്റ് ഔട്ട്പുട്ട് കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ആ റേഞ്ചിന് താഴേക്കും ആ റേഞ്ചിന് മേളിലേക്കും ഔട്ട്പുട്ട് കുറവായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ട്. മാഗ്നിറ്റ്യൂഡ്, ഔട്ട്പുട്ടിന്റെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും കുറവായിരിക്കും കിട്ടുന്നുണ്ടാവുക. പക്ഷെ ഈ പെർട്ടിക്കുലർ റേഞ്ചിലായിരിക്കും നല്ല മാഗ്നിറ്റ്യൂഡ്, നല്ല ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതിനെയാണ് ആ മൈക്കിന്റെ എല്ലാം മൈക്ക് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ് അതിന്റെ ഫ്രീക്വൻസി റേഞ്ച് അല്ലെങ്കിൽ ഫ്രീക്വൻസി റെസ്പോൺസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിലേഷൻ ബിറ്റ്വീൻ ദ ഫ്രീക്വൻസി ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഔട്ട്പുട്ട് സിഗ്നൽ, which means how the output changes based on the changes in the input frequency. അടുത്തത് ഇമ്പൾസ് റെസ്പോൺസ്. ഇമ്പൾസ്, പെട്ടെന്നൊരു കാര്യം തന്നു കഴിഞ്ഞാൽ അതെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, അതാണ് ഇമ്പൾസ് റെസ്പോൺസ്. അത് ഔട്ട്പുട്ട് ഓഫ് എ സെൻസർ ഫോർ എ ബ്രീഫ് ഇൻപുട്ട് സിഗ്നൽ കോൾഡ് ആൻ ഇമ്പൾസ്. ഇറ്റ് ഇസ് കോൾഡ് ഇമ്പൾസ് റെസ്പോൺസ്. അതായത് ബ്രീഫ് ഇൻപുട്ട് സിഗ്നൽ, ഒരു യൂണിറ്റ് ഇൻപുട്ട് സിഗ്നൽ, പെട്ടെന്ന് കൊടുക്കുന്ന ഒരു ഇൻപുട്ട് സിഗ്നലിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയുന്നത്. സോ ആ ഇമ്പൾസിന്റെ എന്താണ് ഔട്ട്പുട്ട് കിട്ടുന്നത്, അതിനെയാണ് ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയാം. ഇപ്പൊ അഗെയിൻ നമ്മുടെ ഈ മെഷീനിലേക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളൊരു കാലെടുത്ത് വെച്ച് അങ്ങനെ തന്നെ എടുത്തു, ഒരു ബ്രീഫ് ആയിട്ടുള്ള ഇൻപുട്ട് കൊടുത്തു, അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു വെയിറ്റ് ഉണ്ടാവുമല്ലോ, കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും. അതല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ ഒരു മെർക്കുറി തെർമോമീറ്റർ ആണ്, ഞാൻ ചൂടുവെള്ളത്തിൽ മുക്കി അപ്പൊ തന്നെ എടുത്തു, അപ്പൊ അതിൽ കാണിക്കുന്ന ഔട്ട്പുട്ട് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനെയാണ് ആ ഇമ്പൾസിന് കിട്ടുന്ന റെസ്പോൺസ്, അതിനെയാണ് ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഷോ ഹൗ എ സെൻസർ റെസ്പോണ്ട് ടു എ ചേഞ്ച് ഇൻ ഇറ്റ്സ് ഇൻപുട്ട് സിഗ്നൽ. മൂന്നെണ്ണം പറഞ്ഞു: ട്രാൻസ്ഫർ, ഫ്രീക്വൻസി റെസ്പോൺസ് ആൻഡ് ഇമ്പൾസ്. ട്രാൻസ്ഫർ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻപുട്ടിന്റെ മാഗ്നിറ്റ്യൂഡും ഔട്ട്പുട്ടിന്റെ മാഗ്നിറ്റ്യൂഡും തമ്മിലുള്ള റിലേഷൻ. ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻപുട്ടിന്റെ ഫ്രീക്വൻസിയും ഔട്ട്പുട്ടിന്റെ മാഗ്നിറ്റ്യൂഡും തമ്മിലുള്ള റിലേഷൻ. ഇമ്പൾസ് റെസ്പോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു ഇമ്പൾസ് കൊടുക്കുന്നു, അതായത് ഒരു ബ്രീഫ് ഇൻപുട്ട് കൊടുക്കുന്നു, അതിന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്. Okay, so this is all about the characteristics of sensors. We have discussed static characteristics and dynamic characteristics, and this topic is very much important. Okay, നമ്മുടെ എക്സാമിനൊക്കെ നന്നായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന്റെ ഉള്ളിൽ നിന്നും ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെൻസറും എടുത്ത് ചോദിച്ചിട്ടുണ്ട്. സോ മനസ്സിലാക്കി പഠിക്കാം. നോട്ട്സ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടായിരിക്കും, അപ്പൊ അത് നോക്കി പഠിക്കാം. ഓക്കെ, താങ്ക് യു.